ഇക്കഴിഞ്ഞ ദിവസം MSF KSU സഖ്യം UDSF കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ വളരെ വലിയൊരു അട്ടിമറിയിലൂടെ SFIയിൽ നിന്നും തിരിച്ചു പിടിച്ചത് ചരിത്രത്തിൽ ഇടം പിടിപ്പിക്കുന്ന ഒന്നായിരുന്നു. സാധാരണഗതിയിൽ UDSF MSF KSU സഖ്യം മുൻപും യൂണിവേഴ്സിറ്റി യൂണിയൻ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ആ സമയം എന്നൊക്കെ പറയുന്നത് അന്നൊരു പക്ഷേ UDF സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നൊരു സാഹചര്യം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് 8 വർഷത്തോളമായി LDF പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഭരണത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുകൂലമായ പോലീസ്, യൂണിവേഴ്സിറ്റി യൂണിയൻ സംവിധാനങ്ങൾ, യൂണിവേഴ്സിറ്റിയുടെ സംവിധാനങ്ങൾ, അധ്യാപക അനധ്യാപക സംഘടനകളുടെ സഹായങ്ങൾ, മന്ത്രിതല ഇടപെടലുകൾ, ഉദ്യോഗസ്ഥ തല ഇടപെടലുകളൊക്കെ SFIക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടായിട്ടുപോലും അവിടെ MSF വിജയിച്ചത് ഈ രീതിയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. മുൻപ് ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു 2013 മുതൽ 16 വരെയുള്ള കാലഘട്ടമാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിത്വത്തിൽ MSFൻ്റെ പ്രാതിനിധ്യമുണ്ടായിരുന്നത്. അന്ന് പക്ഷേ UDF ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. അതിന് തൊട്ട് മുൻപ് 2002 മൊയ്തീൻ കോയ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയായ സമയമുണ്ടായിരുന്നു. MSFൻ്റെ എക്കാലത്തെയും പ്രതാപത്തിൻ്റെ ഓർമ്മകളായിട്ടുള്ള അല്ലെങ്കിൽ MSFൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം സമ്മാനിച്ച ഹബീബ് റഹ്മാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹിയായിരുന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ MSF എന്നൊക്കെ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ KSU സഖ്യം എന്നൊക്കെ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്, അന്നൊക്കെ ഒരു ഭരണത്തിൻ്റെ ആനുകൂല്യം കൂടി ഉണ്ടായിരുന്നു. ഈ തൊട്ടപ്പുറത്ത് SFIയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ വിജയവുമായി ബന്ധപ്പെട്ട് MSFൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹിയുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് ആ വോട്ടെടുപ്പ് ഹാളിൽ ഇരുന്ന മേശയും കസേരയും പോലും MSFനും KSUവിനും എതിരായിരുന്നു എന്നാണ്. എന്നുവെച്ചാൽ എല്ലാ ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താൻ SFI ശ്രമിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് MSF കോടതിയിൽ പോകുന്നത്. കോടതിയിൽ പോയിക്കൊണ്ട് സമാധാനത്തോടു കൂടി തിരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള ഉത്തരവ് വാങ്ങിക്കൊണ്ടാണ് 1000-ഓളം പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് MSFൻ്റെ വിജയത്തിന് വേണ്ടി, അല്ലെങ്കിൽ UDSFൻ്റെ ആ ഒരു വിജയം ഉണ്ടായിട്ടുള്ളത് എന്ന്. ടോട്ടൽ 507 UUCമാരാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത്. 507 ഏകദേശം 497-ഓളം വോട്ടർമാർ അവിടെ വോട്ട് ചെയ്യുകയുണ്ടായി. ഈ വോട്ടർമാരെ തട്ടിക്കൊണ്ടു പോകുന്ന സന്ദർഭം പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നതും നമ്മൾ ഇതിനോട് നമുക്ക് കൂട്ടി വായിക്കേണ്ടതാണ്. 210-ഓളം UUCമാർ MSFനുണ്ട്. KSUവിനും ഏകദേശം 40-ഓളം UUCമാർ KSUവിനുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തും SFIക്കും ഇത്ര തന്നെ UUCമാരുണ്ട്. എന്തുകൊണ്ട് ഇത്രത്തോളം UUCമാരൊക്കെ ഉണ്ടായിട്ടും SFIക്ക് ഇത്തവണ യൂണിവേഴ്സിറ്റി യൂണിയൻ നഷ്ടപ്പെട്ടു എന്നത് സംബന്ധിച്ചൊരു ചർച്ചയ്ക്ക് വിധേയമാക്കിയാൽ നമുക്ക് വിദ്യാർത്ഥിയുടെ മനസ്സ് എങ്ങോട്ടാണ് എന്നത് സംബന്ധിച്ച വളരെ വലിയ ഒരു ഉത്തരം, അതൊരു വലിയ രാഷ്ട്രീയ ഉത്തരമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, MSFൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പ്രഥമ ജനറൽ സെക്രട്ടറിയായി ഇന്ത്യയുടെ മുഖമായി മാറിയിരുന്ന അഹമ്മദ് പോലും MSFലൂടെ വളർന്നു വന്ന വലിയ താരോദയങ്ങളാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ MSFലൂടെ കടന്നു വന്ന ഒരുപാട് നേതാക്കൾ മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനുമൊക്കെ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രമുഖരും പ്രഗത്ഭരുമായിട്ടുള്ള ഭാരവാഹികൾ MSFനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നവാസിയൻ കാലഘട്ടമാണ്. MSFൻ്റെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അന്ന് ഹബീബ് റഹ്മാൻ്റെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് PM ഹനീഫിൻ്റെ കാലഘട്ടമുണ്ട്. അന്നാണ് കൊർദോവ എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പുമൊക്കെ, വലിയൊരു വിദ്യാർത്ഥി മുന്നേറ്റമൊക്കെ ആ കൊർദോവയിലൂടെ നടക്കുന്നത്. അതോടൊപ്പം ഫിറോസിൻ്റെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് MSFൻ്റെ എല്ലാ പ്രതാപവും ഉൾക്കൊണ്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു നവാസിയൻ കാലഘട്ടമാണ്. PK നവാസ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലമായ ഓട്ടം. ഞാനൊരു MSFൻ്റെ സംസ്ഥാന ഭാരവാഹിയുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നവാസിന് ഒരു കുറവ് മാത്രമേ ഉള്ളൂ: വിശ്രമം ഇല്ലാതെ പണിയെടുപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് അദ്ദേഹം. ആ ഒരു കുറവ് മാത്രമേ ഞങ്ങൾ അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ നവാസിയൻ കാലഘട്ടമാണ് ഇപ്പോൾ MSFൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നവാസിയൻ കാലഘട്ടത്തിൽ വളരെ കേമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അച്ചടക്കത്തോടു കൂടിയുള്ള വളരെ ക്യാമ്പസുകളിലൊക്കെ വളരെ
മനോഹരമായ ഒരു തിരിച്ചുവരവ് MSF നടത്തുന്നു. നിരന്തരം ക്യാമ്പസ് വിസിറ്റുകളൊക്കെ MSF നടത്തിക്കൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്ത് KSUവും MSF ഇവിടെ ശക്തമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അലോഷ്യസ് സേവറിൻ്റെ നേതൃത്വത്തിൽ KSUവും ഇതുപോലെ തന്നെ KSU മലബാറിൽ വളരെ അപ്രസക്തമായിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഇത്ര പോലും USCമാരില്ലാത്ത 10ൽ താഴെ മാത്രം USCമാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ KSUവും ഒന്നുകൂടി മുന്നോട്ട് വന്നു, ഉയർത്തി എഴുന്നേറ്റ് വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഈ MSFൻ്റെ ഈ ഒരു വിജയം എങ്ങനെ MSFന് അല്ലെങ്കിൽ UDSFൻ്റെ വിജയം എങ്ങനെ അവർക്ക് കൈവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കൊള്ളാവുന്ന ലീഡേഴ്സ് MSFൻ്റെയും KSUവിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായപ്പോൾ തൊട്ടപ്പുറത്ത് SFI ഉയർത്തി കാണിക്കുന്ന നേതാക്കൾ പലപ്പോഴും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് SFIയുടെ നേതാവ് PM മാർഷോക്കെതിരെ ഒരുപാട് കേസുകളുണ്ട്. കേസുകൾ സ്വാഭാവികമാണ്. പക്ഷേ വിദ്യാർത്ഥി നേതാവ് എന്ന രീതിയിൽ ഉണ്ടായിരിക്കേണ്ട കേസുകളായിരുന്നില്ല ആ കേസുകളൊക്കെ. വിദ്യാർത്ഥികൾ ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാറിയ കാലഘട്ടത്തിൽ എന്തൊക്കെ ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ, വയനാട്ടിലെ കോളേജിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊക്കെ CBI അന്വേഷണത്തിലൂടെ തെളിഞ്ഞു വരേണ്ടതാണ്. SFIക്കെതിരെ ഉണ്ടായ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന ആ ഒരു സംഭവം വിദ്യാർത്ഥി മനസ്സുകളിൽ SFIയെക്കുറിച്ചുള്ള ധാരണകൾ തിരുത്തി കുറിക്കുന്ന ഒന്നായിരുന്നു. ആ സംഭവം വിദ്യാർത്ഥികളെ സ്വാധീനിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വഴിവിട്ട പോക്ക്, വിദ്യാഭ്യാസപരമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് മേൽ ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നിട്ട് പോലും SFIയുടെ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദം ഉയരാത്തത് 8 വർഷത്തോളമായി തെരുവിൽ SFIയെ കാണാത്ത സന്ദർഭം. PSC ലിസ്റ്റുകളിൽ ഒറ്റ ഉദാഹരണം, ഒരു USCയുമായി ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരി ഇത്തവണ PSC ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ട് പോലും ജോലി ലഭ്യമാകാത്ത ഒരു സന്ദർഭം അദ്ദേഹത്തിൻ്റെ സഹോദരിക്കുണ്ട്. അതൊരു ഇടത് അനുകൂല കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ വോട്ട് ഇത്തവണ പോയിട്ടുള്ളത് UDSF സഖ്യത്തിനാണ് എന്ന് അവർ പറഞ്ഞ ഒരു അനുഭവം. ഈ രീതിയിൽ സംസ്ഥാനത്തിനെ ബാധിക്കുന്ന, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന, വിദ്യാഭ്യാസ രംഗത്തെ ബാധിക്കുന്ന, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികൾ വിലയിരുത്തി എന്ന് പറയുമ്പോൾ അടിത്തട്ട് മുതൽ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞിട്ടുള്ളത്, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സും ഇതുപോലെ തന്നെയാണ്. എന്നാൽ എല്ലാ മുന്നേറ്റങ്ങൾക്കും ഒരു കാതലായ ചർച്ചകൾക്ക് ഇടം വരുന്ന അല്ലെങ്കിൽ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഇടം ക്യാമ്പസാണ്. ഈ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നത് ഇടതിൻ്റെ ഒരു മുന്നേറ്റത്തെ സാരമായിട്ട് തന്നെ കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ അതീവ ജാഗരൂകരാണ് എന്നുള്ള. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് ക്രൈസിസ് മാനേജ്മെൻറ്റാണ്. ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളുമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെ സാധിക്കുന്നു എന്നതാണ്. അതിൽ SFIയുടെ പ്രായപരിധി എന്ന് പറയുന്നത് 25 ആണ്. ഈ 25 എന്നാണ് എൻ്റെ ഓർമ്മ. ഈ 25 എന്ന് പറയുന്നത് അനുഭവ സമ്പത്തിൻ്റെ കരുത്തിൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ചോരത്തിളപ്പിൻ്റെ പ്രായമാണ്. പെട്ടെന്ന് നിലപാടുകൾ സ്വീകരിക്കും, വൈകാരികമായി പ്രതികരിക്കും. ആ ഒരു തരത്തിലാണ് വിദ്യാർത്ഥിത്വ കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ SFIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനയുടെ പ്രായപരിധി 25 ചുരുക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ ഇത്തരത്തിൽ നല്ല കഴിവുള്ള അല്ലെങ്കിൽ അനുഭവങ്ങളുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റിന് പറ്റിയ കമാൻഡിങ് പവറുള്ള നേതാക്കന്മാരുടെ അഭാവം വളരെ കൃത്യമായിട്ട് അവർക്ക് ബോധ്യമുണ്ട്. എന്നാൽ MSFൻ്റെ പ്രായം എന്ന് പറയുന്നത്, KSUവിൻ്റെയൊക്കെ പ്രായം എന്ന് പറയുന്നത് 30 ഈ 30 എന്ന് പറയുമ്പോൾ ഒരു ഒത്ത യുവാവായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുമുള്ള നേതാക്കൾ MSFലൂടെ വളർന്നു വരികയും ചെയ്യുന്നതോടുകൂടി ഈ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് SFI മാറി എന്നുള്ളതാണ്. പിന്നെ SFIയുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ, നമുക്കറിയാം ചാനൽ ചർച്ചകളിലൊക്കെ പുതിയ അവതാരങ്ങൾ SFIയെ സംബന്ധിച്ചിടത്തോളം വരാറുണ്ട്. PM മാർഷോക്ക് പുറമെ പലതരത്തിൽ ചാനൽ ചർച്ചകളിലൊക്കെ കാണുന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ സംസാരം എന്ന് പറയുന്നത് ഒരു പുതിയ രീതിയിൽ അഹങ്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ, അതോടൊപ്പം തന്നെ ആരെയും ബഹുമാനിക്കാത്ത, പൊങ്ങച്ചം നടിക്കുന്ന ചില സംസാരങ്ങളൊക്കെയാണ് SFIയുടെ നേതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്ന്. നമ്മൾ ചാനൽ ചർച്ചകൾ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം അവരുടെ ആക്രോശങ്ങൾ, അവരുടെ ചേഷ്ടകൾ, അവരുടെ മുദ്രകൾ പോലും അഹങ്കാരത്തിൻ്റെയും താൻ കൊയ്മയുടെയും ഒക്കെ ചില മുദ്രകളൊക്കെയാണ്. ഈ രീതിയിലേക്ക് അവർ മാറി എന്നുള്ളത്. എന്നാൽ തൊട്ടിപ്പുറത്ത് MSFനെ സംബന്ധിച്ചിടത്തോളം, KSUവിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫൈറ്റ്
ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് വിജയമുണ്ടാക്കിയതെങ്കിൽ അടുത്തത് വരാനിരിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലുമൊക്കെ ഇതിൻ്റെ ഒരു അനുരണനം ഉണ്ടായേക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ MSFനെ സംബന്ധിച്ചിടത്തോളം MSF സഖ്യത്തിന് 5 ജനറൽ സീറ്റുകൾ കിട്ടി. അതിൽ MSF 3 സീറ്റിലും KSU 2 സീറ്റിലും വിജയിക്കുന്നുണ്ട്. 2 സീറ്റിലുമാണ് അവർ വിജയിച്ചത്. തൊട്ടപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ സെനറ്റിലേക്ക് 10 പേരാണ്. നിലവിൽ അവിടെ SFIക്ക് 6 അംഗങ്ങളും MSFന് 4 അംഗങ്ങളുമാണുള്ളത്. ഇനി ഒരു പക്ഷേ 5-5 എന്നൊരു അനുപാതത്തിലേക്ക് ഇനി വരാനിരിക്കുന്ന ഈ സെനറ്റിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ വരാൻ പോവാണ്. അത് സിൻഡിക്കേറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ CPMന് 7ഉം കോൺഗ്രസിന് 2ഉം ലീഗിന് 2ഉം BJPക്ക് 1 അംഗങ്ങളാണുള്ളത്. അതിലൊക്കെ ഇനി എത്രത്തോളം പ്രതിഫലനങ്ങൾ ഇതിന് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ആ രീതിയിലാണ് ഇന്ന് വിദ്യാർത്ഥി മുന്നേറ്റവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതായിരുന്നാലും ഈ ഒരു മുന്നേറ്റം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഇപ്പോൾ നമുക്കറിയാം, ഉത്തരേന്ത്യയിലൊക്കെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യമായിട്ട് പ്രതികരിക്കുക ഒന്നെങ്കിൽ JNUവിലായിരിക്കും, അല്ലെങ്കിൽ ജാമിയ മില്ലിയയിലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ മുറ്റത്ത് നിന്നായിരിക്കും അതിൻ്റെ വലിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇവിടെ കേരളത്തിലും അതുപോലെയുള്ളൊരു രാഷ്ട്രീയം വരാനിരിക്കുന്നു എന്നതിൻ്റെ ഒരു കൃത്യമായൊരു സൂചന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും UDSFൻ്റെ ഈ ഒരു വിജയം അതൊരു തുടക്കമായിരിക്കും. ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇനി വരാൻ ഇരിക്കുന്ന മറ്റ് യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ക്യാമ്പസുകളിലുമൊക്കെ ഇതിൻ്റെ ഒരു അലയൊലി ഒരുപക്ഷെ സംഭവിച്ചേക്കാം. ആ രീതിയിലേക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു മുന്നേറ്റം അത് MSFൽ മാത്രം നിൽക്കുന്നില്ല. അത് മുസ്ലിം ലീഗിലേക്ക് വന്നാലും കോൺഗ്രസിലേക്ക് വന്നാലും അവിടെയൊക്കെ അതിൻ്റെയൊക്കെ വലിയ മാറ്റങ്ങൾ ഈ വിദ്യാർത്ഥികൾ നൽകിയ വിജയത്തിൽ നിന്ന് സാധിച്ചേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇവിടെ പറയാനുള്ളത്. ഏതായിരുന്നാലും ഒരു ചരിത്രപരമായ വിജയം തന്നെ MSF സ്വന്തമാക്കിയെന്ന് നമുക്ക് പറയാം.